ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനോര ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ചെട്ടിനാട്, ആത്തൻകുടി, കാരക്കുടി എന്നീ സ്ഥലങ്ങളിലേക്കാണ്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും കാരക്കൽ പോകുന്ന ട്രെയിനിൽ രാത്രി 10:25 തന്നെയാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അവിടെ രാവിലെ 8 മണിയായപ്പോൾ നമ്മൾ ട്രിച്ചിയിലെത്തി. അവിടെ നിന്ന് ട്രാവലറിലാണ് ഞങ്ങൾ 12 പേർ അടങ്ങുന്ന ടീം യാത്ര തിരിച്ചത്. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ആത്തൻകുടി പാലസിലേക്കാണ്. പാലസിനെ കുറിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുകൂടാതെ തന്നെ ആത്തൻകുടി പാലസ് കൂടാതെ തന്നെ 1000 ജനനുള്ള വീട്, ഹാൻഡ് മെയ്ഡ് ടൈൽ ഫാക്ടറി, ശ്രീരംഗം ടെമ്പിള്, ഫോർട്ട് എന്നിവയെല്ലാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. 1929 നാച്ചിപ്പ ചെട്ടിയാർ പണിത വീടാണ് ആത്തൻകുടി പാലസ്. പലതരം പ്രത്യേകതകളുള്ള ഒരു വീടാണ് ഇത്. നമുക്കത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇതുപോലെ തന്നെയുള്ള ആയിരക്കണക്കിന് വീടുകൾ ചെട്ടിനാട്, ആത്തൻകുടി, കാരക്കുടി എന്നീ സ്ഥലങ്ങളിൽ 19, 20 നൂറ്റാണ്ടുകളിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ കുറച്ച് വീടുകൾ മാത്രമേ നമുക്ക് പബ്ലിക്കിന് പ്രവേശനമുള്ളൂ. ഈ പാലസിന് 64 വലിയ മുറികളും 600 അലങ്കരിച്ച ജനലുകളുമുണ്ട്. 3 വർഷം കൊണ്ടാണ് ഈ വീട് പണി കഴിപ്പിച്ച് തീർത്തത്. 95 വർഷം പഴക്കമുള്ള വീടാണിത്. 1929 സ്റ്റാർട്ട് ചെയ്ത് 1932 ഇതിൻ്റെ പണി തീർന്നത്. ഈ വീട് കെട്ടുമ്പോൾ ഇലക്ട്രിസിറ്റി, സിമൻറ്റ്, ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നാച്ചിയപ്പ ചെട്ടിയാർ അവരുടെ കുട്ടികൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ വീട്. ആത്തൻകുടി പാലസിലുള്ള ഓരോ സാധനങ്ങളും ഓരോ രാജ്യത്തു നിന്ന് ഷിപ്പ് മാർഗം കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഷിപ്പ് മാർഗം നാഗപട്ടണം വന്ന്, നാഗപട്ടണത്തിൽ നിന്ന് ആത്തൻകുടി വന്ന്, ആത്തൻകുടിയിൽ നിന്ന് മുത്തപ്പട്ടണത്തിൽ കൊണ്ടുവന്നിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ടോട്ടൽ 12 രാജ്യങ്ങളിൽ നിന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാർബിളും ഗ്രാൻഡ് പില്ലർ എല്ലാം ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. വോൾ ടൈൽ എല്ലാം ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. എൻട്രൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലോറിംഗ് എല്ലാം തന്നെ സ്പെയിനും പോർച്ചുഗലിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വുഡുകളെല്ലാം ബർമയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. മിറേഴ്സ് എല്ലാം ബെൽജിയത്തിൽ നിന്നും, ഗ്രില്ലുകളെല്ലാം UK നിന്നും, അതുപോലെ തന്നെ ഗ്ലാസ് എല്ലാം ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. പെയിൻറ്റുകൾ ഓർഗാനിക് ആയിട്ടുള്ള പെയിൻറ്റിങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഗ്രീസിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. ഈ പാലസിൻ്റെ മുകളിലത്തെ സീലിംഗ് എല്ലാം മരം കൊണ്ടുള്ള കൊത്തുപണികളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോൺക്രീറ്റ് ചെയ്തതല്ല ഇത്. പാലസിൻ്റെ സീലിങ്ങിൻ്റെ മേലുള്ള വുഡിലെ സീലിംഗ് നമ്മൾ നോക്കിയാൽ അതിലെ സെൻട്രലിൽ നോക്കിക്കഴിഞ്ഞാൽ മധുര മീനാക്ഷി സുന്ദരേശ്വരയുടെ തൃക്കല്യാണവും കൃഷ്ണൻ കോവറുടെ പെയിൻറ്റിങ്ങുമാണ് കാണാൻ സാധിക്കുന്നത്. പാലസിൻ്റെ ഉള്ളിൽ കാണുന്ന ഓരോ പില്ലറിനും മേലെയായിട്ട് തമിഴ്നാട്ടിലെ ഫേമസ് ആയ സ്ഥലങ്ങളുടെ, അതായത് പെയിൻറ്റിങ്ങുകളാണ് കാണിച്ചിരിക്കുന്നത്. കുട്രാലം, മധുര മീനാക്ഷി ടെമ്പിൾ, അങ്ങനെ ഓരോ ഫേമസ് ആയ സ്ഥലങ്ങളാണ് കാണിച്ചിട്ടുള്ളത്.
ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ആത്തക്കുടി പാലസിനെ കുറിച്ചുള്ള വിവരണങ്ങളും വിശേഷങ്ങളും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ചെറിയ വീട് പോലും ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 95 വർഷം മുമ്പ് ഒരു 64 റൂമുള്ള വീടെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.